ഈവനിംഗ് മലയാളം വിശദമായ വാർത്തയിലേക്ക് പോവുകയാണ്. കാവിക്കൊടിയേന്ത്യ ഭാരതാംബ വിഷയത്തിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കനക്കുന്നു. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതാണ് പുതിയ ഏറ്റുമുട്ടലിന് കാരണം. ചിത്രം നീക്കം ചെയ്യണമെന്ന് സംഘാടകരോട് രജിസ്ട്രാർ അറിയിച്ചു. ഭാരതാംബ ഇല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് ഗവർണർ നിലപാടെടുത്തു. SFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. വിവരങ്ങളുമായി VS അനു ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. VS അനു, വലിയ പ്രതിഷേധത്തിലേക്ക് SFI പോകുന്നു. ഗവർണർ പങ്കെടുക്കുമോ പരിപാടിയിൽ? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? രുചീഷ്, രാജ്ഭവന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇന്ന് 4:20 കൂടിയാണ് സർവകലാശാല സെനറ്റിലെ പരിപാടിയിലേക്ക് ഗവർണർ പോകേണ്ടത്. നമുക്കറിയാം, ഈ മുന്നിലുള്ള ദൃശ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അവിടേക്ക് എസ്കോർട്ട് പോകാനുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ 4:15 കൂടി തന്നെ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അതിനിടയിലാണ് തിരുവനന്തപുരം കേരള സർവകലാശാലയിലെ സെനറ്റിന് മുന്നിൽ SFIയുടെ പ്രതിഷേധം വരുന്നത്. അതോടുകൂടി ഗവർണർ ഇവിടെ നിന്നുള്ള യാത്രയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ സർവകലാശാലയുടെ ആവശ്യമല്ലേ, അവർ തയ്യാറായിട്ടുണ്ട്, സംഘാടകർ തയ്യാറായിട്ടുണ്ടോ? അത് എങ്ങനെയാണെന്നുള്ള അത് സംഘാടകരാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. എന്നിരുന്നാലും പിന്തിരിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, അതിനകത്തൊരു തീരുമാനമാണല്ലോ. ഞങ്ങൾ പിന്തിരിയാന്ന് വെച്ചാൽ ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കാനായിരുന്നു വന്നത്. സ്വാഭാവികമായിട്ടും ഗവർണർ അതിൽ നിന്ന് പിന്മാറി, നല്ലത് തന്നെ. എന്നാൽ ആ പരിപാടി തുടരാനാണ് സംസ്ഥാന സെക്രട്ടറി ആലോചിക്കുന്നത്. സഞ്ജീവ് പ്രതികരിക്കുകയാണ്. ഗവർണർ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. ഇതുവരെ അങ്ങനെയാണ് അറിഞ്ഞത്. ഈ പ്രതിഷേധത്തെ തുടർന്നാണോ? അതെങ്ങനെ, എന്തുകൊണ്ടാണ് എന്നുള്ളത് എന്നിരുന്നാലും ഈ നിലയിൽ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും പൊതുവിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി അവസാനിപ്പിക്കുന്നതാണ് സംഘപരിവാറിന് നല്ലത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പല വിധത്തിൽ അതിൻ്റെ പല രൂപങ്ങൾ കണ്ടു. പലരും പല സമരങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഈ നിലയിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങളും പ്രതികരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെയും ഇത്തരത്തിലൊരു ചിത്രം വേണമെന്നുള്ള നിർബന്ധം ഒരു പ്രോട്ടോകോൾ പോലെ ഒരു പിന്തുടർന്ന് കൊണ്ടുപോകുന്നത് ശരിയല്ല. ഈ സെനറ്റ് ഹാൾ ഈ പരിപാടിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് മനഃപൂർവ്വമാണ്. കാര്യം തിരുവനന്തപുരത്ത് ഒട്ടനവധി ഓഡിറ്റോറിയങ്ങളൊക്കെ ഉള്ളതാണ്. അല്ല, അവരെവിടെ പരിപാടി വെക്കണമെന്നൊക്കെ അവർ തീരുമാനിക്കാം, അത് വേറെ. പക്ഷെ അതിൽ ഉൾക്കൊള്ളുന്ന അതിൻ്റെ രീതികൾ ഇതൊരു പൊതുസ്ഥലമാണ്. ആ പൊതുസ്ഥലത്ത് പ്രത്യേകിച്ച് ഗവർണർ പങ്കെടുക്കുന്നൊരു വിദ്യാർത്ഥികളുടെ കൂടി ഒരു സ്ഥലമാണ് സർവകലാശാല, വിദ്യാർത്ഥികളുടേതാണ്. അപ്പോൾ അവിടെ ഉൾപ്പെടെ ഇങ്ങനെയുള്ള ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ശരിയല്ല. ഇതിപ്പോൾ ഗവർണർ സ്വമേധയാ പിന്മാറുകയാണല്ലോ ചെയ്തത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു മതപരമായിട്ടുള്ളൊരു ചിഹ്നം ഇങ്ങനെയൊരു പൊതുസ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് ഒരു സർവകലാശാല സെനറ്റ് ഹാളിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതിലൊരു നിയമവിരുദ്ധത അല്ലെങ്കിൽ ചട്ടം തീർച്ചയായും ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഇതിൽ ഇടപെട്ട് ഇതിന് പാടില്ല എന്ന് പറയേണ്ടതല്ല, അത് പറയാത്തത് തെറ്റില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഭരണഘടന വെക്കണം. ഭരണഘടന അല്ലാത്ത കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെ പറയുന്നു? കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കാൻ പറ്റൂ? പ്രത്യേകിച്ച് രജിസ്ട്രാറിന്റെ ടേബിളിലൊക്കെ ഇരിക്കുന്ന ഫയല് കോൾ ചെയ്യാണ് VC സ്വന്തം അധികാരം ഉപയോഗിച്ച്. ഈ അധികാരമൊക്കെ ഉണ്ട് VCക്ക്, ആ വ്യവസായപ്പെട്ടതാണ്. പക്ഷെ അതൊരു പരസ്പര ബഹുമാനത്തിലാണ് ഇത്രയും കാലം കേരളത്തിൽ പോയിരുന്നത്. പക്ഷെ ഇപ്പം അത് ഈ പറഞ്ഞതുപോലെ സംഘപരിവാറിന്റെ താല്പര്യമുള്ള VC ആ നിലയിൽ ആ കോൾ ചെയ്യാണ് ഫയലുകൾ. അപ്പോൾ ഇത് ആരാ അനുഭവിച്ചതെന്നുള്ളത് പരിശോധിച്ച് പറയേണ്ടതാണ്. ചിലപ്പോൾ VC തന്നെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മോഹൻ കുന്നുമൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് ഇതിനൊക്കെ കാരണക്കാരൻ. സ്വാഭാവികമായിട്ടും ആ നിലയിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചുള്ളത് ഇതാണ്. ശക്തമായി തന്നെ അതിനെതിരെ നിലവിൽ ഞങ്ങൾ നിലകൊള്ളും. ഇപ്പോൾ ഗവർണറും പിന്മാറിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരിപാടി നടത്താനാണ് തീരുമാനമെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു? ഞങ്ങളത് സ്വാഭാവികം പറഞ്ഞല്ലോ, ഗവർണർ പങ്കെടുക്കുന്നില്ല, സെനറ്റ് ഹാളാണ്. അങ്ങനൊരു നിലയുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. SFIയുടെ നിലപാട് ഗവർണർ പങ്കെടുക്കുന്നില്ല എന്ന SFI നിലപാട് വ്യക്തമാക്കുകയാണ്. നേരത്തെ പോലീസിനോട് SFI സംസാരിക്കുന്നുണ്ടായിരുന്നു. പോലീസ് SFI അറിയിച്ചത് ഗവർണർ ഈ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങി എന്ന കാര്യം പോലീസ് അറിയിച്ചു എന്നാണ് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് വ്യക്തമാക്കിയത്. എന്തായാലും ഗവർണർ പങ്കെടുക്കില്ല എന്ന കാര്യം ഒരു പോലീസ് അറിയിച്ചതുകൊണ്ട് താൽക്കാലികമായി ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന്, പരസ്യമായ ഒരു പ്രതിഷേധത്തിൽ നിന്ന് SFI താൽക്കാലികമായി പിന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാവുന്നു. കാരണം ഗവർണർ പങ്കെടുത്ത് ഈ പരിപാടി നടക്കുകയാണെങ്കിൽ എന്തായാലും അത് നടത്താൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് SFIയുടെ തീരുമാനം. ഇപ്പോൾ VS അനു ചേരുകയാണ്. അനു, ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്, SFIയോട് അറിയിച്ചത് ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ സഞ്ജീവ് വ്യക്തമാക്കുന്നത്.
പക്ഷേ ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് രാജ്ഭവനുമായി ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പിന്മാറേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഗവർണറും രാജ്ഭവനും വ്യക്തമാക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് രാജ്ഭവൻ നമ്മളോട് പറയുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഈ രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം കടുത്ത നിലപാടുമായി, അതായത് ഭാരതാംബ ചിത്രം വെച്ചുകൊണ്ട് സെനറ്റിന് ഒരു പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന കടുത്ത നിലപാട് SFI സ്വീകരിക്കുമ്പോൾ അതേസമയം അങ്ങനെ ചിത്രം മാറ്റിയൊരു പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് ഗവർണറും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഭാരതാംബ വിവാദം വലിയ രീതിയിൽ ചർച്ചയാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് രാജ്ഭവന് മുന്നിലേക്ക് DYFIയുടെ SFIയുടെ ഒക്കെ പ്രതിഷേധങ്ങൾ വന്നിരുന്നത്. ഇന്ന് അല്പസമയത്തിനകം നമ്മൾ നിൽക്കുന്ന ഈ രാജ്ഭവനിലേക്ക് ഗേറ്റ് കടന്ന് അദ്ദേഹം വരുമെന്നാണ് രാജ്ഭവൻ അറിയിക്കുന്നത്. പോലീസും ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം അങ്ങനെ സർവകലാശാലയിൽ അങ്ങനെ പോയി പങ്കെടുക്കുമെങ്കിൽ സ്വാഭാവികമായും വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധത്തിന് കളമൊരുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ബിംബങ്ങൾ വെച്ചുകൊണ്ട് അത് രാജ്ഭവനിൽ അങ്ങനെ ഒരു പരിപാടി നമുക്ക് ഗവർണർ ഇതാ ഇറങ്ങാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. രാജ്ഭവന് മുന്നിൽ നിന്ന് ഗവർണർ ഇതാ ഇപ്പോൾ നമുക്ക് ഈ രാജ്ഭവന് മുന്നിലേക്ക് ഗവർണർ എത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. രാജ്ഭവനിൽ നിന്ന് ഇപ്പോൾ ഗവർണർ ഇറങ്ങാൻ പോകുന്നു. അദ്ദേഹം സെനറ്റ് യോഗത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങും എന്നുള്ള ഏറ്റവും അതിനുവേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ തയ്യാറായി. അവർ അദ്ദേഹത്തിന് പൈലറ്റ് വാഹനവും ഇവിടെ റെഡിയായിരിക്കുകയാണ്. മ്യൂസിയം പോലീസിന്റെ പൈലറ്റ് വാഹനം ഇവിടെ തയ്യാറായിരിക്കുന്നു. ഗവർണറെ അദ്ദേഹത്തിനെ സല്യൂട്ട് ചെയ്ത് രാജ്ഭവൻ പുറത്തേക്ക് വിടാൻ പോലീസും തയ്യാറായിരിക്കുന്നു. രുചീഷ്, ഇനി നമുക്കറിയേണ്ടത് പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ഒരു പ്രതിഷേധ കളത്തിലേക്കാണ് ഗവർണർ വരുന്നുണ്ട് എങ്കിൽ ഗവർണർ പോയി മുന്നിലേക്ക് പോകാനിരിക്കുന്നത് ഒരു പ്രതിഷേധ കളത്തിലേക്കാണ്. തീർച്ചയായും ഒരു കടുത്ത നിലപാടിലേക്ക് രാജ്ഭവനും ഗവർണറും കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും പ്രധാനമായും പറയാൻ കഴിയുക. ഗവർണർ ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നു. നമുക്ക് ന്യൂസ് മലയാളത്തിന് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയും. ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ രുചീഷ്, സർവകലാശാലയിൽ അദ്ദേഹത്തിന് ഗവർണറുടെ വാഹനങ്ങൾ ഇപ്പോൾ രാജ്ഭവന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളത്തിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്നത്. രാജ്ഭവനിൽ നിന്ന് ഗവർണർ ഇറങ്ങുന്നു. പൈലറ്റ് വാഹനം പുറത്തേക്ക് വരുന്നു. അതിന് പിന്നിൽ മറ്റൊരു പോലീസിന്റെ വാഹനം. ഇപ്പോൾ ഗവർണർ ഇവിടെ നിന്നും സെനറ്റിലേക്ക് പോകുന്നു. രാജ്ഭവൻ ഗവർണർ രണ്ടും കൽപ്പിച്ചാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് സല്യൂട്ട് നൽകുകയാണ്. അദ്ദേഹം ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ നിന്നും രാജ്ഭവന്റെ ഗേറ്റ് കടന്ന് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ സെനറ്റിൽ അദ്ദേഹം പങ്കെടുത്ത വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുകളൊക്കെ അദ്ദേഹം നടത്തിയതാണ്. ഏതായാലും ഗവർണർ രാജ്ഭവനിൽ നിന്നും ഇപ്പോൾ കേരള സർവകലാശാലയിലേക്ക് പോകുന്നു. രണ്ടും കൽപ്പിച്ചാണ് ഗവർണർ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആ അനിശ്ചിതങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് ഇവിടെ നൽകാൻ കഴിയുന്ന കാര്യം. ഇനി അറിയേണ്ടത് സെനറ്റ് അല്ലെങ്കിൽ സർവകലാശാലയ്ക്ക് എന്തായാലും ഗവർണർ സർവകലാശാലയിലേക്ക് സെനറ്റ് ഹാളിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ SFIയുടെ പ്രതിഷേധം അതിരുകടക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. പ്രതിഷേധം സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം. എന്തായാലും SFIയും പിന്നോട്ടില്ല, ഗവർണറും പിന്നോട്ടില്ല. ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ സെനറ്റ് ഹാളിലേക്ക് പോകുന്നു. SFI പ്രതിഷേധം നിർത്താതെ തന്നെ തുടരുകയാണ്. പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിക്കുന്നു. പോലീസുമായി ഉന്തും തള്ളും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി സെനറ്റ് ഹാളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം സെനറ്റ് ഹാളിലാണ് ഇനി അറിയേണ്ടത്. അവിടെ വലിയ പ്രതിഷേധത്തിലേക്ക് എന്തായാലും കാര്യങ്ങൾ പോകുമെന്ന് ഉറപ്പാണ്. കാരണം നേരത്തെ തന്നെ ഗവർണർ വരില്ല എന്ന് അറിയിച്ചാൽ മാത്രം ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നായിരുന്നു SFIയും അറിയിച്ചിരുന്നത്. ഗവർണർ പങ്കെടുത്തുകൊണ്ട് കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് സെനറ്റ് ഹാളിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ SFI അനുവദിക്കില്ല എന്നായിരുന്നു SFI നേതാക്കൾ പ്രഖ്യാപിച്ചത്. അത് തന്നെ അവർ ആ സംഘർഷത്തിലേക്ക്, ആ പ്രതിഷേധത്തിലേക്ക് ശക്തമാക്കുകയാണ്. എന്തായാലും സെനറ്റ് ഹാളിന് മുന്നിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ സെനറ്റ് ഹാളിന് സമീപത്ത് നിന്ന് VS അനുരാഗ് ചേരുകയാണ്. അനുരാഗ്, എന്തായാലും സംഭവം ഒരു
കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എന്തായാലും SFI പിന്നോട്ടില്ല. ഈ സെനറ്റ് ഹാളിനുള്ളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്? രുചീഷ്, എല്ലാവരും പ്രതീക്ഷിച്ചത് SFIയുടെ പ്രതിഷേധമാണെങ്കിൽ സെനറ്റ് ഹാളിലേക്ക് പതാകയുമായി എത്തിയത് KSU പ്രവർത്തകരാണ്. KSU പ്രവർത്തകർ അപ്രതീക്ഷിതമായി സെനറ്റ് ഹാളിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ഈ സമയത്താണ് പോലീസ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. BJP പ്രവർത്തകർ ഈ KSU പ്രവർത്തകരെ വളയുന്ന സാഹചര്യമുണ്ടായി. അവർക്ക് KSU പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു. പോലീസ് വളരെ പണിപ്പെട്ടാണ് KSU പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നത്. എന്തായാലും ആ സമയത്ത് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യത്തോടെയാണ് BJP പ്രവർത്തകർ ഈ KSU പ്രവർത്തകരെ നേരിട്ടത്. ഏതായാലും കൃത്യമായി രാജ്ഭവനിൽ നിന്ന് ഗവർണർ ഇറങ്ങുന്ന സമയത്താണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. ഒരു വശത്ത് SFI പ്രവർത്തകർ പ്രതിഷേധം അവസാനിച്ചു എന്ന പ്രതീതി ഉണ്ടായി, ഒരു സമാധാന അന്തരീക്ഷം എന്നുള്ള നിലയിലേക്ക് പോയപ്പോഴായിരുന്നു KSU പ്രവർത്തകർ പതാകയുമായി എത്തിയത്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. BJP പ്രവർത്തകർ കൃത്യമായി ഇവരെ തടയുകയും ചെയ്തു. മർദ്ദനത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസുകാർക്കടക്കം മർദ്ദനം ഏറ്റിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ സംഘർഷാവസ്ഥയാണ്. പ്രവർത്തകരെ ഈ BJP പ്രവർത്തകർ ഗവർണറുടെ പരിപാടി തടയുമെന്ന് തന്നെയാണോ? അല്ല, ഗവർണർ തടയുന്നുള്ള നിലപാടൊന്നല്ല. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ആ പരിപാടി നടത്താൻ പാടില്ല. ആ ചിത്രം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി നടക്കരുത്. ഇവിടെ നടക്കില്ല. ആ ചിത്രം വെച്ചുകൊണ്ട് നടക്കാൻ കഴിയില്ല. അത് മാറ്റി എന്താ വെച്ചാൽ ചെയ്തോട്ടെ. അത് മാറ്റി ചെയ്തോട്ടെ. ഇതാണ് നിലപാട്. കൊണ്ട് നിറഞ്ഞിട്ടുമുണ്ട്. നേരത്തെ SFI പ്രവർത്തകർക്ക് സമാന്തരമായി യുവമോർച്ച പ്രവർത്തകരും BJP പ്രവർത്തകരും അണിനിരന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സെനറ്റ് ഹാളിലേക്ക്, ഈ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് KSU പ്രവർത്തകർ വരികയായിരുന്നു. എന്തായാലും പോലീസുകാർ വളരെ പണിപ്പെട്ട് ഇവരെ കസ്റ്റഡി എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസുകാർക്കടക്കം മർദ്ദനമേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അല്പസമയത്തിനകം പരിപാടി ആരംഭിക്കും. നേരത്തെ പരിപാടി ഒരു ഘട്ടത്തിൽ റദ്ദാക്കിയേക്കും നടക്കാനുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ സംഘാടകർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഘട്ടത്തിലും ഒരു വിധത്തിലും ഈ പരിപാടി റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഭാരതാംബ ചിത്രം ഈ വേദിയിൽ ഇരിക്കെ തന്നെ ഗവർണർ പങ്കെടുക്കുന്ന അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്ന പരിപാടി ഇവിടെ നടക്കുന്ന കാര്യം തന്നെയാണ് അവർ നേരത്തെ സൂചിപ്പിച്ചത്. അതിന്റെ ചുവടുപിടിച്ച് തന്നെ പരിപാടി ഇവിടെ നടക്കുകയും ചെയ്യുന്നു. എന്തായാലും അരുണേ